എല്ലാവരും ഓടാൻ പോയത് നന്നായി. നാറിയിട്ട് പാടില്ല. കുളിച്ചിട്ട് 4 ദിവസമായി. ആ ജഡ്ജി ഗോതർമ്മ വരുന്നതിന് മുമ്പ് കുളിച്ചില്ലെങ്കിൽ ഇന്നും കുളി മുടങ്ങും. ഈശ്വര, കുളി തെറ്റിക്കല്ലേ. ബാത്റൂമാണെന്ന് വിചാരിച്ചു കയറിയതാ. അല്ല മാരിയോ, ഇതിനകത്ത് ആര് താമസിക്കുന്നത്? ഹലോ, കവന്നെടുത്ത് ഉറങ്ങിയാണോ? എന്താ മുടി, തലമുടി, താടി, ഇതിനകത്ത് എന്താ ബാർബറാണോ താമസിക്കുന്നത്? താടി, മുടി, താടി, മുടി, താടി, മുടി, താടി, മുടി. എവിടുന്ന് ഒരു മുദ്രാവാക്യം വിളി? അത് കടച്ചതാണല്ലോ. കാറ്റ് തുറന്നായിരിക്കും. ഈശ്വര, ആരും കാണാതിരുന്ന അയ്യോ. താടി, മുടി, താടി, മുടി, താടി, അത് വേറെ എടോ, അത് മറുത്ത ചത്തു. താടി, മുടി, താടി, മുടി. എന്റെ ഈശ്വര, ഈ പണ്ടാറക്കണ്ണ് കൊണ്ടിടാൻ കണ്ട സ്ഥലം. ദൈവമേ, എന്റെ ഈശ്വര, പിടിക്കപ്പെട്ടു. കീഴടങ്ങുന്ന നല്ലത്. ഇനി എന്താ ഒരു വഴി? തട്ടിപ്പോയോ? ദൈവമേ, പാടിയ എന്നെ തോന്നണേ. പോലീസുകാരൻ ചത്താനും കുഴപ്പമില്ല, എന്റെ ജീവൻ കിട്ടിയില്ല. വാതിലല്ലേ ഈശ്വര? അയ്യോ, കാണാൻ. അടുത്ത വേദാളം. മിസ്റ്റർ നായർ, വാതിൽ തുറക്കൂ. തുറക്കില്ല. ഇത് ഞാനാ, ഗോദവർമ്മ. വാതിൽ തുറക്കൂ. ഏത് ഗോതമ്പ് വർമ്മയിലും ഞാൻ വാല് തുറക്കില്ല. എനിക്ക് സുഖമില്ല. ഞാൻ ഗോദവർമ്മയാ. ഗോതവർമ്മയുടെ അപ്പം വന്നാലും വാല് തുറക്കൂല. അയ്യോ, വേഗം വാതിൽ തുറക്കൂ, അത്യാവശ്യമാ. മിസ്റ്റർ നായർ വാതിൽ തുറക്കുന്നില്ല. അയാൾക്ക് സുഖമില്ല. സൂക്ഷിക്കണം, അയാൾക്ക് വട്ടായി. എടാ, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് വട്ടായി. സുന്ദരേശ, കണ്ടവിടെ കേശവ, ഒരാൾക്ക് വട്ടായി. എനിക്കല്ല വട്ട്, അയാളകത്തോട്ട്. വാതിൽ തുറക്കുന്നില്ല. ഒന്ന് മാറി, എല്ലാവരും മാറി മാറി മാറി. ദൈവം, ഇവിടെ കേറാനൊരു കുന്തമില്ലേ? ഒന്നും ഞാൻ കുമ്പട്ടേക്കോ തന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ഒരു ഗുണം ഉണ്ടാകട്ടെ. ഒന്ന് പിടിച്ചോ, ഒന്ന് പിടിയോടോ പോയിട്ട് പിടിക്കോ നോക്കിക്കാതെ. എന്ത് പറ്റി മിസ്റ്റർ നായർ? എടാ, എന്റെ താടിമുടി ആ ഭ്രാന്തന ഒടുക്കം പിടിക്കാനായിട്ട് എടുത്തോണ്ട് പോയി. എങ്ങോട്ട്? പ്രാർത്ഥനാ മുറിയിൽ ലൈറ്റ് തൂക്കിയിട്ടിട്ടില്ലേ, അതിനകത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഒന്ന് പോയി എടുത്തോണ്ട് വാടാം. മിസ്റ്റർ നായർക്ക് സുഖമില്ല. നിന്റെ അപ്പനെ സുഖമില്ലാത്ത അവന്റെ അപ്പന്റെ അസുഖം തന്നെയാണ്, പേടിക്കണ്ട. മിസ്റ്റർ നായർക്ക് സുഖമില്ല. മരുന്ന് എന്റെ മുറിയിൽ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. ഏണി മാറ്റല്ലേ. മരുന്ന് മാറിക്കോ. ഏണിക്കോ കുമ്പട്ടിക്കടോ, കാല് നിക്കടോ. അപ്പൊന്ന് പിടിച്ചോ. എടോ ലോകിനായനെ, എന്നാ മരുന്ന് പിടി. എന്തായി? നിന്റെ താടിയിട്ട ലേറ്റ് പൊക്കത്തിലാ, കൈ എത്തുന്നില്ല. ഇന്ന് രാത്രി എടുക്കാം. ഇന്ന് മുഴുവൻ അസുഖമെന്ന് പറയാം. എന്റെ ദൈവമേ, മരുന്ന് കഴിച്ചാൽ ഒരു ദിവസം എടുക്കും നോർമൽ ആവാൻ. അതുവരെ ആരും ശല്യപ്പെടുത്തരുത്. നമുക്ക് വല്ല ഡോക്ടറെയും കാണിക്കാം. അയ്യോ, വേണ്ട. എല്ലാവരും പറഞ്ഞല്ലേ, ഇന്നാൾ ഇതുപോലെ അസുഖം വന്നിട്ട് ഒരു ഡോക്ടറെ കാണിച്ചതാ. ആ ഡോക്ടറെ കൊന്നു. എന്ത് ചെയ്യും? സാരമില്ല, നാളെ എല്ലാം ശരിയായിക്കോളും. എന്റെ മുറി ഇന്നൊരു ദിവസത്തേക്ക് വേറെ മുറി തരാം. വേണ്ട, എനിക്ക് പെർമനന്റ് ആയിട്ട് വേറെ മുറി മതി. ഓക്കെ, എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി കുളിച്ച് പ്രാർത്ഥനകളിലേക്ക് വരും. എല്ലാരും പിരിഞ്ഞു. ഈ വാതിന്റെ മുമ്പിൽ പോയി എല്ലാരും പോണം. സാർ, ഇയാളെന്താ പോകാത്തത്? ഹലോ, നിങ്ങൾ പോണം. ഓടോ വട്ടെ. ആരാ ഇതിനകത്ത്? നിന്റെ അമ്മയുടെ നായര്. ഓടപ്പുല്ലേ. ഓ, അച്ഛനാ, മൈ ഫാദർ.
വേഗം വാ. മിസ്റ്റർ ഡാനി, എന്റെ ദൈവമേ, എന്നെ കാണാൻ ഒളിച്ചു വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാതിലേ തുറന്നു തരുമായിരുന്നു. വരൂ ഡാനിയൽ. അവനെ കോർപ്പറേഷൻ വണ്ടി കൊണ്ടുപോയല്ലോ. നാണം അതുകൊണ്ടാ. മിടുക്കനാ, മിടുമിടുക്കൻ, സുന്ദരനാ. കുട്ടി കാണാൻ വന്നതാ. മിസ്റ്റർ നായര് താടി മാറ്റി എങ്ങനെ ഇരിക്കും? തന്നെ തന്നെ. കുട്ടിയെ നോക്കണ്ട. കുട്ടിയെ കാണാൻ ഒരിക്കൽ എന്റെ മോൻ വരുന്നുണ്ട്. അവൻ ഇക്കാര്യത്തിൽ മറ്റവനേക്കാൾ മിടുക്കന. കള്ളി. ഞാൻ അല്പം വൈകിപ്പോയി. എന്താ അല്ല, എനിക്കൊണ്ടൊരു മോനെ. അവന് വേണ്ടി കുട്ടി ആലോചിക്കാന്ന് കരുതിയപ്പോഴാ നായർ ഈ പ്രപ്പോസൽ കൊണ്ടുവന്നത്. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. സുന്ദരി കുട്ടി. ഇങ്ങനെ വന്നേ. ടെൻഷൻ ആവാതെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ആ രാജയോഗം എന്റെ കയ്യിൽ ഇരിക്കട്ടെ. എടാ പട്ടി, ഞാൻ പാടുപെട്ട് ട്യൂൺ ചെയ്തിട്ട ശൃംഗ നീയായിട്ടത് പൊട്ടിച്ചാലുണ്ടല്ലോ. ഭയങ്കര നാണം കുളിക്കുക. മോളോട് സംസാരിക്കാൻ അവന് ഭയങ്കര നാണമെന്ന്. എന്റെ പോലെ ഇങ്ങനെയൊന്നും അല്ല, ഭയങ്കര ധൈര്യമാ. അങ്ങനെ പോയി അച്ഛൻ അപ്പുറത്തെങ്ങാനും വരുന്നുണ്ടോന്ന് പോയി അച്ഛനെ കിടന്ന് ഉറങ്ങ. തുടർന്ന് കാണും. ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നത്. ഇല്ല, ഉറങ്ങി. ഞാൻ ഉദ്ദേശിച്ചത് അല്ല, അത് പിന്നെ അവിടെയാണ്. അച്ഛനെല്ലാം പറഞ്ഞു കാണുമല്ലേ. തൊട്ടതിന് സോറി. അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോ കുട്ടി ഇത്രയും സുന്ദരിയാന്ന് ഞാൻ കരുതിയില്ല. ഫോട്ടോ കണ്ടപ്പോ ഞാനും. ഇപ്പൊ ഒരേ ഒരു ടെൻഷനുള്ളൂ, ക്യാമ്പ് കഴിയുമ്പോ എന്താവോ ആവോ. അതെന്താ? അല്ല, നമ്മുടെ ഈ കല്യാണം അടിപിടി കല്യാണം അല്ല, അടിപൊളി കല്യാണം. എന്റെ ഒരു ഗതികേട്. ഒരു കള്ളന് പ്രേമിക്കാൻ മറ്റൊരു കള്ളൻ കാവല്. യ്യോ. ചതിച്ചോ? ആഹാ, എന്താണ് തൂണും ചാരി? എവിടെ നമസ്കാരം. ഇന്നലെ വൈകിട്ട് കാറ്റ് കൊള്ളാൻ പോയപ്പോ അവിടെ വെച്ച് ഞാൻ എന്റെ കേസ് ഡയറി മറന്നു. ഞാനത് എടുക്കാൻ പോവാ. അവിടെ തന്നെ ഇരിക്കട്ടെ, ഇപ്പൊ എടുക്കണ്ട. അതിന്റെ വില താങ്കൾക്ക് അറിയില്ല, എനിക്കത് എടുക്കണം. എടുത്തേ പറ്റൂ. അത് എടുക്കാതിരിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ആഹാ, എന്നാ താനും നോക്കണോ? ഒന്ന് നിന്നേ. അത് എടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്. എന്റെ കേസ് ഡയറി ഞാൻ എടുക്കുന്നതിന് നിങ്ങൾക്ക് എന്താ? അതിനേക്കാൾ വില പിടിച്ച ഡയറി ഞാൻ തരാം. വിലയിലല്ല പ്രശ്നം, വില പിടിപ്പുള്ള പല രഹസ്യങ്ങളും അതിനകത്തുണ്ട്. അയ്യോ, അത് തന്നെയാണ് എന്റെ പ്രശ്നം. എന്ത്? അതിനേക്കാൾ വിലപിടിപ്പുള്ള രഹസ്യങ്ങൾ അവിടെ എവിടെ? അവിടെ എവിടെ? ആ ഡയറിയിൽ. അതിനേക്കാൾ നല്ല രഹസ്യമുള്ള ഡയറി ഞാൻ തരാം. ആഹാ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡയറി മോഷ്ടിച്ചെടുത്ത് അതിലെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ താൻ ചാരനാണോ? അയ്യോ, അത് അല്ലെങ്കിൽ തന്നെയാണ് അറസ്റ്റ് ചെയ്തത്. ഒരു സാധുവായ വ്യക്തിക്ക് പ്രമോഷൻ വേണ്ടല്ലോ. ആരെങ്കിലും കാണും, നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, പോയിക്കോളൂ, ഞാൻ ഇതുവഴി വന്നോളാം. അവനല്ലേ അവൻ? അവൻ തന്നെ. നിരങ്ങി കളിക്കാൻ പോവാണോ? ഞാനും ഉണ്ടടാ നിരങ്ങാൻ. വഴി ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്റെ വഴി തരുകയാണ്. ഞാനിപ്പോ വടിയായാനെ. ഇല്ലടാ അവിടെ. അയ്യോ, അയ്യോ, ക്ഷമിക്കണം, ഞാൻ ഒന്ന് കണ്ടു. അവനെവിടെ? ഏതവൻ? നിങ്ങൾ ഈ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചല്ലേ അവൻ? ഉടുതുണി മാറുമ്പോ എന്റെ മുറി കയറിയെന്ന് തോന്നിവാസം പറയുന്നു. അയ്യോ, ക്ഷമിക്കണം, ഞാൻ ഒന്ന് അയ്യോ, കണ്ടു. ഓടി വായോ, പെണ്ണുപിള്ള. ഓടി വായോ. എന്താ? അവരെ വിടൂ. എന്താ ഇത്? എന്താ? എന്ത് പറ്റി? ഞാൻ തുണി മാറുമ്പോ ഇയാള് വന്നിട്ട് നോക്കി. മിസ്റ്റർ, മുകളിലത്തെ നിലയിൽ പുരുഷന്മാർക്ക് പ്രവേശനമില്ലെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ ആ കള്ളന്റെ പുറകെ വന്നതാണ്. അവനാ കള്ളൻ. വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. ഒരുപാട് നോട്ടോ ഇയാളുടേത്. അയ്യോ, എന്റെ പൊന്നു മഞ്ഞ പെങ്ങളെ, ഇതെന്റെ ജോലിയുടെ പ്രശ്നമാണ്. എനിക്ക് അവനെ കിട്ടണം, കിട്ടിയേ പറ്റൂ. ഇത്തരം ഒരു സ്ഥാപനത്തിൽ കയറി വേണ്ടാതിനും കാട്ടുന്ന ഇയാളെ വെറുതെ വിടരുത്. അയ്യോ, മാഡം, പിന്നെ എന്താ 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 പ്രശ്നം? എന്താ കാണിച്ചെന്നറിയോ? സ്ത്രീകൾ ഡ്രസ് മാറുന്നിടത്തെന്ന് ഒളിഞ്ഞു നോക്കി. ഒളിഞ്ഞു നോക്കാൻ പോയതല്ല, പിടിക്കാൻ പോയതാ.
നിരപരാധിയായ ഒരു പോലീസുകാരനെ കുരിശി തറക്കരുത് കുഞ്ഞു പെങ്ങളെ. അവൻ അകത്തുണ്ട്. അവനെ പിടിക്കാൻ പോയതാ. ഏതവൻ? അവൻ ഇയാൾക്ക് വട്ട. പട്ടന്റെ അപ്പനാടാ പുല്ല. മിനിസ്റ്ററുടെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് മാത്രം അയാൾക്ക് ഇവിടെ റൂം കൊടുത്തത്. ഇമാതിരി അലവലാതെയാന്നുള്ള വിവരം നമുക്കറിയോ? അയ്യോ കൂട്ടുകാരാ, മതി മതി, ഞങ്ങൾക്കുള്ള ഒരു രോഗിയുമില്ല. അയ്യോ. ഇമാതിരി കുരുത്തകൾ കളിച്ചവനെ എത്രയും പെട്ടെന്ന് ഗേറ്റിൽ പുറത്താക്കി വാതിൽ എടുക്കാൻ അതാ വേണ്ടത്. പണി കണ്ട പൊട്ടിച്ചാലും കുഴപ്പമില്ല. അയ്യോ ചതിക്കരുത് കൂട്ടുകാരാ, അവരെ പറഞ്ഞു പ്രേരിപ്പിച്ച് എന്നെ ഇടിപ്പിക്കരുത്. ദേ അവൻ ഇതിനകത്തുണ്ട്, എന്റെ ഏര ഇതിനകത്തുണ്ട്. ഇടവിളിച്ചാളിപ്പോ കണ്ടേ ശ്രീലംബാരൻ. അയ്യോ സാറേ, ഞാൻ ആ സ്വഭാവക്കാരനല്ല. അച്ഛൻ ഇയാളെ പിടിച്ച് അയ്യോ പുറത്താക്കി. പുറത്താക്കാൻ വരട്ടെ. എന്റെ പൊന്നു മാനേജർ സാറേ, ഞാൻ പറഞ്ഞ സത്യമാണ്. ഞാൻ എന്റെ അന്വേഷണം ഒന്ന് പൂർത്തിയായിക്കോട്ടെ. അങ്ങ് പുറത്ത്. അയ്യോ പുറത്ത് വെച്ച് പറ്റില്ല. ഇതായിട്ട് ബാക്കി വെക്കേണ്ട അടുത്തോട്ട് പോ. ദാ, ഡാനിയലേ, ഏത് നായ്ക്കൊരു ദിവസം വരുവടാ, അന്ന് ഞാൻ നിന്നെ കടിച്ചോളാം. അവിടെ പടി ഇടറാ, അവിടെ നിന്നറാ.